ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നമുക്ക് ഈ ക്വാർട്ടറിൻ്റെ 10ാമത്തെ പാഠത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗ്ഗത്തിലെ വലിയവനായ ദൈവം നമ്മളെ ഇവിടുന്ന് സഹായിച്ചു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ ദിനംതോറും നമുക്ക് വളരുവാനും വചനം ധ്യാനിപ്പാനും ദൈവകൃപകളെ മനസ്സിലാക്കുവാനും ദൈവഹിതത്തിനനുസരിച്ച് നമുക്ക് ജീവിപ്പാനുമുള്ള സ്വർഗീയമായ ആലോചന നമുക്ക് ലഭിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു പ്രാർത്ഥിപ്പാനും ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും ദൈവം ഒരുക്കി തരുന്ന നല്ല അവസരങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം, നന്ദി അർപ്പിക്കാം. എല്ലാ പ്രീതമക്കളെയും ഈ പാഠത്തിലേക്ക് ഞാൻ വളരെ ഹാർദവമായിട്ട് നോർത്തുള്ള സെക്ഷൻ്റെ ശബ സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ പാഠപഠന പദ്ധതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവസാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കട്ടെ. നാം ഈ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളെ വഴി നടത്തട്ടെ. നമ്മൾ ഈ ആഴ്ചയിൽ ചിന്തിക്കുവാൻ പോകുന്ന പാഠം ക്രിസ്തുവിൽ പൂർണ്ണരാകുക എന്നാണ്. അതിന് മനഃപ്പാഠവാക്യം എടുത്തിരിക്കുന്നത് കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത് എന്നാണ്. ഇത് വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, പഠനത്തിന് വിധേയമാക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്യമാണ്. പ്രത്യേകിച്ച് അപ്പോസ്തലൻ പൗലോസ് കൊലോസ്യ സഭയിലെ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ കൊലോസ്യ സഭയിലെ വിശ്വാസികളെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുവാൻ, ചില കാര്യങ്ങൾ അവർക്കതിനെക്കുറിച്ച് വളരെ ബോധ്യമുള്ളവരും തിരിച്ചറിവുള്ളവരും ആയിരിക്കാനും, ചില കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ മനസ്സിലാക്കിക്കൊണ്ട് അത് ജീവിതത്തിൽ അനുസരിക്കേണ്ടതാകുന്നു എന്ന് അവരെ പഠിപ്പിക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പൗലോസ് അവർക്ക് നൽകിയ ഉപദേശങ്ങളിൽ ഒന്നാണ് ഈ കൊലോസ്യലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. നമുക്ക് ആ വാക്യത്തോടും തുടർന്നുള്ള നമ്മുടെ പാഠത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്കൊരു വാക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, തിരുനാമത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. വീണ്ടും അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ വചനം പഠിക്കുവാൻ എൻ്റെ മക്കളാവുന്ന അടിയങ്ങൾക്ക് നൽകി തന്ന ഈ അവസരത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടും അനേക മനുഷ്യർ ഭയത്തിൻ്റെയും ഭീതിയുടെയും യുദ്ധത്തിൻ്റെ പ്രയാസങ്ങളിലും ആയിരിക്കുമ്പോൾ അടിയങ്ങൾക്ക് എൻ്റെ കർത്താവ് നൽകി തരുന്ന സമയം അടിയങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ദൈവകൃപയിൽ വേരൂന്നി വളരുവാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണം. ഈ പാഠം പഠിക്കുന്ന, ഇത് ശ്രവിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും അവിടുത്തെ അനുഗ്രഹത്താൽ നിറയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. കുറവുകളെല്ലാം അവിടുന്ന് ക്ഷമിക്കണം, മാനമത്തോടെ എടുക്കണം. എല്ലാ അടിയങ്ങൾക്ക് ആ ജീവനെ തന്ന യേശുവിനെ നമ്മൾ ചോദിക്കുമ്പോൾ കൃപ കേൾക്കണം. നല്ല ദൈവമേ, ആമേൻ. നാം പ്രധാനമായിട്ടും ഈ ആഴ്ചയിലെ പാഠത്തിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ സഭയുടേതായ ദൈനംദിന പ്രവർത്തനങ്ങളിൽ, ആത്മീയമായിട്ടുള്ള ശുശ്രൂഷകളിൽ, വിധങ്ങളായിട്ടുള്ള സഭയുടേതായ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും മാനുഷികമാവുന്ന പല കാര്യങ്ങളും കടന്നുകൂടുകയും മനുഷ്യർ തീരുമാനിക്കുന്ന, മനുഷ്യൻ്റെ ഇച്ഛയ്ക്കും ആഗ്രഹത്തിനും തീരുമാനങ്ങൾക്കും അനുസൃതമായിട്ട് പല കാര്യങ്ങളും സഭയുടേതായ നടത്തിപ്പിലേക്ക് കടന്നു വരികയും തിരുവചനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടും തിരുവചനത്തോട് ചേർന്ന് ഭാഗികമായിട്ടും പലപ്പോഴും പല കാര്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് യഥാർത്ഥമായിട്ട് ആ ഉപദേശങ്ങൾ എന്താകുന്നു എന്ന് പൂർണ്ണമായി ഉൾക്കൊള്ളാതെ അതിന് മനുഷ്യൻ്റെ ചിന്തയ്ക്കും മനുഷ്യർ മനസ്സിലാക്കുന്ന വിധമനുസരിച്ചും അതിനെ അവതരിപ്പിച്ചുകൊണ്ട് പലപ്പോഴും സഭകളുടേതായ ആത്മീയ പ്രവർത്തനങ്ങൾ, സഭയുടേതായ ശുശ്രൂഷകൾ, സഭയുടേതായ സുവിശേഷ വേലകൾ, സഭയിലെ ജനങ്ങളുടെ ആത്മീയ വളർച്ച, അവരുടെ വിശ്വാസം, ഇതൊക്കെ പലപ്പോഴും ശരിയല്ലാത്ത വിധത്തിൽ മാർഗങ്ങളിൽ അവതരിക്കപ്പെടുകയും പഠിപ്പിക്കപ്പെടുകയും പഠിക്കുകയും ചെയ്യുന്ന
ഒരു സമ്പ്രദായം അനേക സഭകളിൽ ഇന്നും നിലനിൽക്കുന്നു. അത് ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ, ഈ വിഷയങ്ങൾ സഭയുടെ ഉത്ഭവം മുതൽ തന്നെ ഉണ്ടായിരുന്നു, അല്ലെ സജീവമായിരുന്നു എന്ന് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചില അപകടങ്ങളെ, ചില തെറ്റായ പ്രവണതകളെ, ചില തെറ്റായ കീഴ്വഴക്കങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ശരിയായ വിധത്തിൽ വിശ്വാസികളോട് പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഉപദേശിച്ചുകൊണ്ട് ശരിയായ വചനം അനുസരിച്ച് ജീവിക്കുവാനും മറ്റു കാര്യങ്ങളെ നാം മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മൾ അകലം പാലിക്കുകയോ അതനുസരിക്കാതിരിക്കുകയോ അതിൽ നമ്മളെ തന്നെ നമ്മൾ സ്വതന്ത്രരാക്കുകയോ ചെയ്യേണ്ട ഒരു ആവശ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൗലോസ് ഇവിടെ പറയുന്നത്. ആമുഖത്തിൽ സഭയിലെ വ്യാജ ഉപദേശകന്മാരെക്കുറിച്ച്, വ്യാജ ഉപദേശത്തെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. മാത്രമല്ല, ലോകത്തിൻ്റെതായ അടിസ്ഥാന തത്വങ്ങൾ പലപ്പോഴും ക്രിസ്തുവിന് അനുസൃതമല്ലാത്തത് ക്രിസ്തുവിൻ്റെ വചനത്തോട് ചേർത്തുകൊണ്ട് സഭയുടേതായ ഉപദേശങ്ങൾ എന്ന രൂപേണ മനുഷ്യർ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ ഒരിക്കലും ഒരു സഭയുടേതായ ആത്മീയ പ്രവർത്തനങ്ങൾക്കോ സുവിശേഷ വേലയ്ക്കോ വ്യക്തികളുടേതായ ആത്മീയ വളർച്ചയ്ക്കോ ആവശ്യമില്ലാത്ത, എന്നാൽ അതിന് തടസ്സം നിൽക്കുന്ന, അതിനെ പലപ്പോഴും പ്രതിരോധിക്കുന്ന, പലപ്പോഴും പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന, ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിലുള്ള, തർക്കങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആശയങ്ങളും ഉപദേശങ്ങളും സഭയിൽ ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള വ്യാജ ഉപദേശങ്ങളും തിരുവചനത്തിൽ നിന്ന് വ്യത്യസ്തമായി മാറി നിൽക്കുന്നതായ പഠിപ്പിക്കലുകളും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുകയും അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് തീർച്ചയായിട്ടും ഒരു ശരിയായ അറിവും ജ്ഞാനവും ആ കാര്യത്തിലുണ്ടായി നാം അത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത പ്രവണതകളിൽ നിന്ന് നമ്മളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഉപദേശം സ്വീകരിച്ച് ശരിയായ വിശ്വാസത്തിലും ശരിയായ വചന പഠനത്തിലും നമ്മൾക്ക് നിലനിൽക്കുവാനും അതിൽ നമുക്ക് വേരൂന്നി വളരുവാനും കഴിയണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി, ഉദ്ദേശത്തോടു കൂടിയാണ് പൗലോസ് ഈ ഒരു കാര്യം കൊലോസ്യ സഭയിലെ വിശ്വാസികൾക്ക് എഴുതുന്നതും അവരെ ഓർമ്മപ്പെടുത്തുന്നതും. പലപ്പോഴും നമുക്കറിയാം, ഈ സഭയുടേതായ പ്രത്യേകിച്ച് യഹൂദ മത നിയമങ്ങൾ അനുസരിച്ച് അന്ന് ഉണ്ടാക്കപ്പെട്ട അനേക നിയമങ്ങൾ, അല്ലെങ്കിൽ ആചാരങ്ങൾ, കീഴ്വഴക്കങ്ങൾ, അതുപോലെ യഹൂദ മത നേതാക്കന്മാർ നിഷ്കർഷിച്ചിരുന്ന അനേക കാര്യങ്ങൾ മനുഷ്യർക്ക് മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ ഗ്രഹിക്കുവാനും ഒരുപക്ഷെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും കഴിയാത്ത തരത്തിലുള്ള കഠിനമായ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത, അത് അല്പം പോലും ഒരിക്കലും മനുഷ്യന് ആശാസ്യമല്ലാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞിരുന്നു അല്ലെങ്കിൽ പഠിപ്പിച്ചിരുന്നു എന്ന് ഇവിടെ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുതന്നെ പ്രത്യേകിച്ച് ആചാരങ്ങൾ, ഉത്സവങ്ങൾ, യാഗങ്ങൾ, മറ്റ് അനേക സമ്പ്രദായങ്ങൾ യഹൂദ മതവിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ യഹൂദ മത നിയമങ്ങൾക്കനുസരിച്ച് സഭയിൽ നിലനിൽക്കുകയും അതെല്ലാവരും ആചരിക്കണം, എല്ലാവരും അനുസരിക്കണം എന്ന് ശഠിക്കുകയും ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്പ്രദായം സഭയിൽ ഉണ്ടായിരുന്നതിനെ പൊളിച്ചു കാണിക്കുവാനും അതിലെ നിരർത്ഥകത മനസ്സിലാക്കി കൊടുക്കുവാനും അത് അത്രമാത്രം ആവശ്യമില്ലാത്ത കാര്യമാണ് എന്ന് ജനങ്ങൾക്ക് അവരെ പഠിപ്പിച്ചു കൊടുക്കുവാനുമാണ് പൗലോസ് ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ തൻ്റെ ലേഖനങ്ങളിലൂടെ, പ്രത്യേകിച്ച് കൊലോസ്യ സഭയിൽ മാത്രമല്ല പല സഭകൾക്കും പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരും ബോധമുള്ളവരും ആയിരിക്കണം എന്ന് സഭാജനങ്ങളോട് പറയുന്നു, അല്ലെങ്കിൽ വിശ്വാസികളോട് പറയുന്നതോടൊപ്പം തന്നെ പൊതുവായിട്ട് ഇത്തരം കാര്യങ്ങൾ എല്ലാ ദൈവത്തിൻ്റെ മക്കളും എല്ലാ ക്രിസ്തീയ വിശ്വാസികളും അറിഞ്ഞിരിക്കുകയും അല്ലെങ്കിൽ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണെന്ന് പൊതുവായിട്ടും നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വ്യാജ ഉപദേശങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും അവർ വ്യാജമായിട്ട് അത് ചെയ്യുന്നു എന്ന് അർത്ഥമാക്കുന്നില്ല. എന്നാൽ പലപ്പോഴും സുവിശേഷം മനസ്സിലാക്കുന്നതിൽ വരുന്ന വീഴ്ചകളും അതിനകത്ത് വരുന്ന കുറവുകളും പരിമിതികളുമാണ് അത്തരത്തിലുള്ളൊരു അനുമാനത്തിലേക്കോ അത്തരത്തിലുള്ളൊരു അല്ലെങ്കിൽ ഒരു അർത്ഥത്തിലേക്കോ അല്ലെങ്കിൽ വിശദീകരണങ്ങളിലേക്കോ ഇവർ കടന്നു പോകാൻ ഇടയായിത്തീരുന്നത് എന്നുകൂടി പൗലോസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മക്കൾ ദൈവസഭയിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ആത്മീയജീവിതത്തിൽ, ആത്മീയ പ്രവർത്തനങ്ങൾ, സുവിശേഷ വേലയിൽ, അതുപോലെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആത്മീയ വളർച്ചയിലൊക്കെ നാം തീർച്ചയായിട്ടും അറിവുള്ളവരായിരിക്കണം എന്നാണ് പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും ആമുഖത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതും അത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമുക്കിത് മനസ്സിലാക്കുവാൻ, ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായിട്ട് നാം ദൈവത്തെ അറിയുക,
ദൈവവചനം കേൾക്കുക, ദൈവവചനം പഠിക്കുക, അതിലെ ദൂതുകൾ മനസ്സിലാക്കുക, നമ്മുടെ ആത്മവളർച്ചയ്ക്ക് നമുക്ക് എന്ത് ആവശ്യമുണ്ട്, നമുക്കത് എങ്ങനെ വളരാൻ കഴിയും, ഇതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ പൗലോസ് നമുക്കതിനൊരു ഉത്തരം നൽകി തരുന്നത് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനവും അറിവും നമുക്ക് ലഭിക്കുക, അല്ലെങ്കിൽ നമുക്ക് നാം നേടിയെടുക്കുക എന്ന് തന്നെയാണ്. രണ്ടാമത്തെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ പൗലോസ് രേഖപ്പെടുന്നില്ല, പൗലോസ് പറയുന്നത് അത് തന്നെയാണ്. ദൈവത്തിൻ്റെ ജ്ഞാനവും അറിവും നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ വെളിപ്പെടുത്തപ്പെട്ട മർമ്മങ്ങളും ദൂതുകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് തന്നെയാണ്. വെളിപ്പെടുത്തി തന്നിട്ടുള്ളതായ മർമ്മങ്ങൾ മനുഷ്യർക്കുള്ളതാണ്. വെളിപ്പെടുത്താത്ത ദൈവത്തിൻ്റെതാവുന്നു. അത് വെളിപ്പെടുത്തേണ്ട സമയത്ത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവവചനത്തിൽ നമുക്ക് വെളിവാക്കപ്പെട്ടിട്ടുള്ള മർമ്മങ്ങളെ ദൂതുകളെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ അറിവും സമ്പാദിച്ചുകൊണ്ട് നാം തീർച്ചയായിട്ടും ദൈവമക്കളായിട്ട് ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും ആത്മീയമായിട്ട് നമുക്ക് വളരുവാനും ശക്തിപ്പെടുവാനും ആ പ്രത്യാശയിൽ വർദ്ധിക്കുവാനും നമുക്ക് കഴിയുമെന്ന് പൗലോസ് നമ്മളോട് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഇയ്യോബിൻ്റെ പുസ്തകം 28:12, അതുപോലെ 1 കൊരിന്ത്യർ 1:30 ഇവിടെയൊക്കെ നമ്മോട് പറയുന്നത് ദൈവത്തിൻ്റെ അറിവും ജ്ഞാനവും അല്ലേ. ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്കറിയാം ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ ഉറവിടം ദൈവമാണ്. അതുകൊണ്ട് ദൈവിക ജ്ഞാനം പ്രാപിക്കാൻ വേഗമുള്ളവരായിട്ട്, തിരിച്ചറിവുള്ളവരായിട്ട് ദൂതുകളെ നാം യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നാം കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചതുപോലെ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അത് തിരുവചന അനുസൃതമല്ലെങ്കിൽ അവർക്ക് അരുണോദയം ഉണ്ടാകില്ല എന്ന് നാം പഠിച്ചതുപോലെ തന്നെ തിരുവചനത്തെ അനുസൃതമായിട്ട് പഠിപ്പിക്കുവാനും ആ ഉപദേശം സ്വീകരിപ്പാനും ആ ദൈവിക ജ്ഞാനം നാം സമ്പാദിച്ചുകൊണ്ട് അതിൽ നമുക്ക് വളരുമ്പോഴാണ് നാം ആത്മീയമായിട്ട് വളരുകയും പ്രത്യാശയിൽ നമ്മൾ വർദ്ധിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടെ 1 കൊരിന്ത്യർ 1:30 പറയുന്നത്, നിങ്ങളോ അവനാൽ ക്രിസ്തയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തെങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു എന്നാണ്. അപ്പം നോക്കുക, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ തീർച്ചയായിട്ടും കർത്താവ് യേശു ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ നാം ക്രിസ്തുവിലാകുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തു നമ്മിൽ ജീവിക്കുവാൻ നാം കർത്താവിനെ അനുവദിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തെ അനുവദിക്കുമ്പോൾ നമുക്ക് ആ ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ഉണ്ട് എന്നാണ്. അപ്പോൾ തീർച്ചയായും ഇത് നമുക്ക് പ്രദാനം ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ അറിവും ജ്ഞാനവും നാം സമ്പാദിക്കുന്നുവെങ്കിൽ, അത് നാം സ്വീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവവചനത്തിലെ കലർപ്പില്ലാത്ത, വ്യാജമല്ലാത്ത, ശരിയായ പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ട വചനങ്ങളെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലും അതിൻ്റെ യഥാർത്ഥ ദൂതിലും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്ന് ഇവിടെ പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം കൊലോസ്യയിലെ വിശ്വാസികളെ സംബന്ധിച്ച് പൗലോസിൻ്റെ ശിഷ്യന്മാരായിരുന്ന, സഹപ്രവർത്തകരായിരുന്ന അനേകർ അല്ലെങ്കിൽ പലരും ഈ സഭകൾ സന്ദർശിക്കുകയും ഈ സഭകളിലെ വിശ്വാസികളോട് സംസാരിക്കുകയും അവരെ പഠിപ്പിക്കുകയും ഇങ്ങനെയുള്ള വ്യാജമായ പഠിപ്പിക്കലുകളും ഉപദേശങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുവാനും അത് തിരിച്ചറിയുവാനും അതിനെ വേർതിരിച്ച് കാണുവാനുള്ള ഒരു കഴിവ് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നേടുവാനുള്ള മാർഗങ്ങളെക്കുറിച്ച് പൗലോസിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള പ്രവർത്തകർ ഈ കൊലോസ്യ സഭയിൽ സന്ദർശിക്കുകയും അവരോട് ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ കൊലോസ്യയിലെ വിശ്വാസികളെ സംബന്ധിച്ച് അത്തരത്തിലുള്ള വ്യാജമായ ഉപദേശങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുവാനും ശരിയായ വചനം ഗ്രഹിക്കുവാനും അവർക്ക് കഴിഞ്ഞിരുന്നു. അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ അവരെ പ്രത്യേകമായിട്ട് പൗലോസ് എടുത്ത് പറയുന്നുണ്ട്. അവരിലുള്ള ആ വിശ്വാസത്തിൻ്റെ സ്ഥിരത എന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. അപ്പോൾ ആ വിശ്വാസത്തിൽ ഉറപ്പോടെ നിൽക്കുവാൻ, അതിൽ തുടരുവാൻ, അതിൽ അല്ലെങ്കിൽ കൂടുതൽ ശക്തി പ്രാപിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ വളർച്ച ഉറപ്പാക്കുവാൻ നമുക്ക് കഴിയണം എന്ന് അവിടെ തന്നെ പറഞ്ഞു. ഇവിടെ പൗലോസ് പറഞ്ഞൊരു കാര്യം, എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ സഭയിലേതായ എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്രമം ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകിച്ച് ഇവിടെ പറയുന്നുണ്ട്. അത് 1 കൊരിന്ത്യർ 14:40 പൗലോസ് പറയുന്നത് സകല ഉചിതവും ക്രമവുമായി നടക്കട്ടെ എന്നാണ്. അപ്പോൾ പലപ്പോഴും ഈ ക്രമം എന്ന് പൗലോസ് ഉദ്ദേശിക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും, ദൈവത്തിൻ്റെ സഭയിലെ എല്ലാ ശുശ്രൂഷകൾക്കും, എല്ലാ പ്രവർത്തനങ്ങൾക്കും, എല്ലാ ആരാധനകൾക്കും, എല്ലാ കൂടിവരവുകൾക്കും ഒരു ക്രമമുണ്ട്. പ്രത്യേകിച്ച് സഭയുടേതായ നേതൃത്വങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഉപദേശകന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളെ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ ഒരു ക്രമം അവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ക്രമം അവിടെ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. ആ ക്രമം
സഭയുടേതായ ഉത്തരവാദിത്തത്തിൽപ്പെട്ട വ്യക്തികളെ അല്ലെങ്കിൽ സഭാ ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളിൽ മാത്രമല്ല, അത്തരത്തിലുള്ള ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു ക്രമം അത്തരത്തിലൊരു ഒരു ഉചിതമായ കാര്യം സഭയുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവണം എന്ന് പൗലോസ് നിഷ്കർഷിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, മൂപ്പന്മാരെയും ഡീക്കന്മാരെയും അങ്ങനെ മറ്റുള്ള ഉപദേശകന്മാരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഏറ്റവും ഉചിതമായിട്ടും ഏറ്റവും മാന്യമായിട്ടും ഏറ്റവും വിശുദ്ധമായിട്ടും ഏറ്റവും ദൈവിക ആലോചനയിൽ തന്നെ ചെയ്യണം എന്ന് പൗലോസ് പറയുന്നത് അത് ഒരു സഭയുടേതായ പ്രവർത്തനങ്ങൾക്ക് എത്രമാത്രം അത് അനിവാര്യമാവുന്നെന്നും ആ സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് അത് എത്രമാത്രം അല്ലെങ്കിൽ സഹായം നൽകുന്നുവെന്നും എത്രമാത്രം ആ സഭയിലെ വിശ്വാസികൾ അത് സഹായിക്കുന്നുവെന്നും പൗലോസ് മനസ്സിലാക്കുന്നതാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇളകാത്ത ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് നിൽക്കണമെങ്കിൽ ഉറച്ച ഒരു അടിസ്ഥാനത്തിൽ ക്രമമായിട്ട് അല്ലെങ്കിൽ ചിട്ടയായിട്ട് കാര്യങ്ങളെ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ദൈവിക ജ്ഞാനത്തിലും അറിവിലും ക്രമീകരിക്കുവാനും അത് ചെയ്യുവാനും അതിൽ ഉൾപ്പെടുവാനും കഴിയുന്ന ഒരു പ്രവർത്തന രീതിയിലും അത്തരത്തിലുള്ള പ്രവർത്തന ശൈലിയിൽ മാത്രമേ ശരിയായ ആത്മീയ വളർച്ചയും സ്ഥിരതയും ഉറപ്പൊക്കെ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും വ്യത്യസ്തമായി ചെയ്യുക, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുക, ചെയ്ത കാര്യങ്ങളെ അല്ലെങ്കിൽ വീണ്ടും മാറ്റുക, അതിൽ തിരുത്തലുകൾ കൊണ്ടുവരിക, പല കാര്യങ്ങൾ സംസാരിക്കുക, ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ പലപ്പോഴും സഭയിൽ ഉണ്ടാകുമ്പോൾ വചനത്തിൽ ഉറപ്പില്ലാത്തവരോ വചനം ശരിയായി പഠിച്ച് മനസ്സിലാക്കാത്തവരോ വിശ്വാസത്തിൽ സ്ഥിരതയില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് പെട്ടെന്ന് അവർ ഇളകിപ്പോകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് അവർ ചഞ്ചലപ്പെട്ടു പോകുന്ന, പലപ്പോഴും അവരുടെ ചിന്താഗതികൾ മാറിപ്പോകുന്ന അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾ പലപ്പോഴും മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് ഒഴിവാക്കുവാനാണ് അല്ലെങ്കിൽ വചനം പഠിച്ച് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സഭയിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള ബാലപാഠങ്ങൾ മനസ്സിലാക്കുന്ന പഠിച്ചു വരുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ക്രമം, ഇത്തരത്തിലുള്ള ചിട്ട, ഇത്തരത്തിലുള്ള ഉപദേശം, ഇത്തരത്തിൽ സ്ഥിരമായ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ അവരെ കുറെ കൂടി ദൈവജനം പഠിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും ദൈവത്തെ അല്ലെങ്കിൽ സ്നേഹിക്കുന്നതിലും കർത്താവിൻ്റെ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നതിൽ അവരെ സഹായിക്കും. അതുകൊണ്ടാണ് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനവും അറിവും നാം പ്രാപിച്ചുകൊണ്ട് യഥാർത്ഥമായിട്ട് ഇത്തരത്തിലുള്ള മറ്റെല്ലാ കാര്യങ്ങളും ഒഴിവാക്കി ഒരു ക്രമവും ഒരു ചിട്ടയും ഒരു നമുക്ക് പൊതുവായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയും അത് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ദൈവികമായിട്ടുള്ള തീരുമാനപ്രകാരം നമുക്ക് സഭയ്ക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ വിശ്വാസികൾക്കും സഭയിലുള്ള എല്ലാവർക്കും അത്തരത്തിലുള്ള ഒരു പ്രത്യാശയും വിശ്വാസവും ഒരു ഐക്യവും ഒരു ആത്മാവിൻ്റെ നടത്തിപ്പും ഉണ്ടാകും എന്ന് അവിടെ പൗലോസ് എടുത്ത് പറയുകയാണ്. അടുത്ത കാര്യം പൗലോസ് പറയുന്നത്, നമ്മെ സംബന്ധിച്ച് നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് നിലനിൽക്കുവാൻ നമ്മൾ നേരത്തെ ചിന്തിച്ച ആ ഉറപ്പും സ്ഥിരതയും അത് നമുക്ക് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നാം കർത്താവിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ വേരൂന്നി വളരുന്നവരായിരിക്കണം. അപ്പം നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു ആയിരിക്കണം, അല്ലെങ്കിൽ നാം വളരുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൽ ആയിരിക്കണം. നമ്മുടെ നിലനിൽപ്പ് കർത്താവായ യേശു ക്രിസ്തുവിലായിരിക്കണം. നമ്മുടെ ആശ്രയം കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം കർത്താവ് യേശു ക്രിസ്തു ആകുന്നു. നാം ക്രിസ്തുവിൽ വേരൂന്നി വളരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിൻ്റെ മക്കളായി അവിടുത്തെ വചനം അനുസരിച്ച് മറ്റെല്ലാ കാര്യങ്ങളെയും നമുക്ക് ഉപേക്ഷിച്ചുകൊണ്ട് മറ്റെല്ലാ പ്രവണതകളെയും നമുക്ക് മാറ്റിക്കൊണ്ട് മറ്റെല്ലാ വ്യാജമായ പഠിപ്പിക്കൽ ഉപദേശങ്ങളെ നമുക്ക് നമ്മളിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് ശരിയായി ദൈവത്തിൻ്റെ വചനം പഠിച്ച് കർത്താവിൽ വേരൂന്നി വളരുവാൻ നമുക്ക് കഴിയും എന്ന് അവിടെ മനസ്സിലാക്കുന്നുണ്ട്. അവിടെ നമ്മൾ കൊലോസ്യർ 2:6 പറയുന്നത്, നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചതുപോലെ അവനിൽ നടക്കുക. അപ്പോൾ നാം എങ്ങനെയാണ് കർത്താവിനെ സ്വീകരിച്ചത്? അപ്പോൾ നാം നല്ല അല്ലെങ്കിൽ മനസ്സോടെ, നമ്മുടെ സ്വന്തം തീരുമാനത്തോടെ, നമ്മുടെ ഹൃദയത്തിൻ്റെ വിശ്വാസത്തോടെ, നമ്മുടെ തിരിച്ചറിവോടെ നാം കർത്താവ് യേശു ക്രിസ്തു സ്വീകരിച്ചിരിക്കുന്നുവെങ്കിൽ, അപ്പം ആ കർത്താവിനെ സ്വീകരിച്ചത് നാം പൂർണ്ണ മനസ്സോടെയാണ്, പൂർണ്ണ വിശ്വാസത്തോടെയാണ്, നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ലഭിച്ച ആഹ്വാനപ്രകാരമാണ്, അല്ലെങ്കിൽ ആ ഉപദേശപ്രകാരമാണ് എങ്കിൽ തീർച്ചയായിട്ടും നാം എന്ത് ചെയ്യണം? നാം അവനിൽ നടക്കുക, അവനിൽ വേരൂന്നി വളരുക, അവനിൽ ജീവിക്കുക. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൽ നാം നടക്കുക, ജീവിക്കുക, വളരുക എന്ന് പറയുമ്പോൾ നാം തീർച്ചയായിട്ടും കർത്താവ് യേശു ക്രിസ്തുവിനോടും ദൈവിക വചനത്തോടും നമ്മളെപ്പോഴും ബന്ധമുള്ളവരും ചേർന്ന് നിൽക്കുന്നവരും ആയിരിക്കണം
എന്ന് പറയുന്നത്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് തന്റെ 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പോൾ എത്ര ശ്രേഷ്ഠകരമായ ഒരു സ്ഥാനം ദൈവമക്കൾക്ക് സഭയിലുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഭവനത്തിൻ്റെ, നമ്മുടെ സഭാ ഭവനത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ദൈവിക ഭവനത്തിൻ്റെ മൂലക്കല്ല് എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവാണ്. ആ മൂലക്കല്ലിൽ കർത്താവ് യേശു ക്രിസ്തു മൂലക്കല്ലായിരിക്കെ ആ മൂലക്കല്ലിനോട് ചേർത്ത് നമ്മളെ ഓരോരുത്തരെയും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ നമ്മളെ പണിതിരിക്കുന്നു. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു മൂലക്കല്ലും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ്. അതിന്മേലാണ് നമ്മെ ഓരോരുത്തരെയും, ദൈവത്തിൻ്റെ മക്കളാവുന്ന നമ്മളെ ഓരോരുത്തരെയും ജീവനുള്ള കല്ലുകളായിട്ട് പണിയുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. അപ്പം അതുകൊണ്ട് നാം ഓരോരുത്തരും ദൈവസഭയിലെ ജീവനുള്ള കല്ലുകളാണ്. ആ ജീവനുള്ള കല്ലുകളെ കർത്താവ് പണിയുന്നത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേലാണ്. അതിൻ്റെ മൂലക്കല്ല് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും തമ്മിൽ നേരിട്ടൊരു ബന്ധം നമുക്കവിടെ ഉണ്ടാവുകയാണ്. അല്ലെങ്കിൽ നമ്മൾ അവരുടെ ശ്രേണിയിൽ, അല്ലെങ്കിൽ അവരോടൊപ്പം ആയിരിക്കുന്ന, അല്ലെ അവരുടെ മേൽ പണിയപ്പെടുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു പ്രത്യേകതയിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നാം കർത്താവ് യേശു ക്രിസ്തുവിൽ വേരൂന്നി വളരണം എന്നത് നാം എപ്പോഴും ഓർത്തിരിക്കുന്ന കാര്യമാണ്. ഇവിടെ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒരു അപകടകരമാവുന്ന, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പിനെ കുറിച്ച് പറയുകയാണ്. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത സകല വൃക്ഷങ്ങളെയും വെട്ടി തീയിൽ ഇട്ട് ചുട്ടുകളയുന്നു. അപ്പൊ നാം വളരുമ്പോൾ, ക്രിസ്തുവിൽ നാം വളരുമ്പോൾ വളർന്ന് നമ്മളിൽ ഫലം ഉണ്ടാവണം. അപ്പൊ ക്രിസ്തുവിൽ വളരുമ്പോൾ നമ്മളുണ്ടാവുന്ന ഫലം എന്ന് പറയുന്നത് ക്രിസ്തു പ്രദാനം ചെയ്യുന്ന ഉപദേശങ്ങളുടെയും ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും ഫലങ്ങളായിരിക്കണം ക്രിസ്തുവിൽ വളരുന്ന ദൈവത്തിൻ്റെ മക്കളുടെ ഫലം എന്ന് പറയുന്നത്. ആ ഫലമാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ക്രിസ്തുവിൽ വേരൂന്നി വളരുന്ന ദൈവത്തിൻ്റെ മക്കള് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനം ഇട്ടുകൊണ്ട് അതിന്മേൽ പണിയപ്പെടുന്ന ജീവനുള്ള കല്ലുകൾ എന്ന നിലയിൽ നാം ഓരോരുത്തരും സഭയിൽ ആയിരിക്കുമ്പോൾ, ജീവിക്കുമ്പോൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഫലം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു പ്രതീക്ഷിക്കുന്ന ആ നല്ല ഫലങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നാം യെശയ്യാപ്രവചനത്തിൽ പഠിക്കുന്നത് പോലെ എൻ്റെ പ്രിയതമൻ ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് ഏറ്റവും മനോഹരമായ ഒരു കുന്നിന്മേൽ നട്ടു, അതിന് വേണ്ടതൊക്കെയും ചെയ്തു, അതിനെ സംരക്ഷിച്ചു, തടമെടുത്തു, വേലി കെട്ടി, അതിന് വെള്ളമൊഴിച്ചു. പക്ഷേ കായ്ച്ചതോ പുളിക്കുന്ന അല്ലെങ്കിൽ ഫലമായിരുന്നു, മുന്തിരിങ്ങയായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ നമ്മളെ ഓരോരുത്തരും കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് കർത്താവ് യേശു ക്രിസ്തുവിൽ നാം വേരൂന്നി നാം വളരുമ്പോൾ നമ്മളിൽ നിന്നുണ്ടാവുന്ന ഫലം എന്ന് പറയുന്നത് ആ തിരുവചന അടിസ്ഥാനത്തിലുള്ള ഫലങ്ങൾ തന്നെ ആയിരിക്കണം. ഇല്ലെങ്കിൽ തീർച്ചയായും നമുക്കതിൻ്റെതായ ശിക്ഷ, അതിൻ്റെതായ അനന്തരമായ കാര്യം നമുക്ക് ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പം ഇവിടെ പറയുന്നത് യെശയ്യാപ്രവചനം 61:3 പറയുന്നത് അവനെയും അവൻ്റെ പഠിപ്പിക്കലെയും മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിക്കുക. ഇപ്പോൾ വാക്യമല്ല, അതിൻ്റെ ഉപദേശമാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ, അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിൽ നമ്മൾ പൂർണ്ണത പ്രാപിക്കണം. നമുക്ക് പൂർണ്ണത ഉണ്ടാവണമെങ്കിൽ ക്രിസ്തുവിലൂടെ അല്ല നമുക്ക് പൂർണ്ണരായി തീരുവാൻ കഴിയില്ല. കാരണം കർത്താവ് യേശു ക്രിസ്തുവിനെ പറയുന്നുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം ചെയ്ത് അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്തിക്കണമെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അത് പൂർത്തീകരിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു തലത്തിൽ എത്തിച്ചേർന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആയിരിക്കാമെന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ, അവിടെയൊക്കെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹവും സഹായവും ഇല്ലാതെ നമുക്കങ്ങനെ ആയിരിക്കുവാൻ കഴിയില്ല, നമുക്ക് ആ ഒരു തലത്തിലേക്ക് എത്തുവാൻ കഴിയില്ല, നമുക്കത് പൂർത്തീകരിക്കുവാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് പലപ്പോഴും ക്രിസ്തു തൻ്റെ യാഗത്താലും സ്നേഹത്താലും നമ്മളെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കിയിട്ടുണ്ടെങ്കിൽ പോലും നാം അടിമത്തത്തിൻ്റെ നുകത്താൽ വീണ്ടും
നമ്മൾ അടിമകളാക്കപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തികൾ 15-10 നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും നാം അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് കർത്താവിൻ്റെ സ്നേഹം മനസ്സിലാക്കി കർത്താവിനെ നാം സ്വീകരിച്ചുകൊണ്ട് കർത്താവിൽ വളരുന്നവരായിട്ട് നാം ജീവിക്കുന്നെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ ഈ പാപത്തിൻ്റെതായ ആ അടിമത്വം അല്ലെങ്കിൽ ആ പാപത്തിൻ്റെ ഒരു അടിമത്വം നമ്മളെ സ്വാധീനിക്കുവാനും നമ്മളെ നിയന്ത്രിക്കുവാനും ഇടയായി തീർന്നുകൊണ്ട് പാപത്തിൻ്റെ അടിമകളായി തീരുവാൻ നമുക്ക് സാധ്യതയുണ്ട് എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവജനത്തിന് വിരുദ്ധമായിട്ടുള്ള പഠിപ്പിക്കലുകൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ അതിനോട് നമ്മൾ താല്പര്യം കാണിക്കുക, അല്ലെങ്കിൽ തിരുവചനം ശരിയായ രീതിയിൽ ഉപദേശിക്കാതെ വരുന്ന സന്ദർഭങ്ങളിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രവിക്കുവാനും വിശ്വസിക്കുവാനും അല്ലെങ്കിൽ അത് ശരിയെന്ന് നമ്മൾ ചിന്തിക്കുവാനും അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും നമ്മൾ നിൽക്കുന്നുവെങ്കിൽ, നമ്മൾ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോട് ചെയ്യുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെ നമ്മൾ തള്ളിക്കളയുകയും നിരസിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ നാം പഠിച്ച ഈ വചനത്തിന് വിരുദ്ധമായിട്ട് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ, ഒരു മാലാഖ വന്ന് നിങ്ങളോട് സംസാരിച്ചില്ല, ദൂതമെന്ന് സംസാരിച്ച് നിങ്ങളത് എന്ത് ചെയ്യരുത്, സ്വീകരിക്കരുതെന്ന് കർത്താവ് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ട വചനങ്ങൾ എത്രമാത്രം സ്ഥിരമായിട്ടും നിശ്ചയമായിട്ടും ഉള്ളതാകുന്നു, ആ ദൈവത്തിൽ നിന്ന് വന്നതാകുന്നു എന്നതിനെ ഉറപ്പിക്കുവാനാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത് സ്വർഗത്തിൽ നിന്ന് ദൂതൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കരുതെന്ന്. നോക്കുക, സ്വർഗത്തിൽ നിന്ന് ദൂതൻ എന്ന് പറയുമ്പോൾ തീർച്ചയായും ആധികാരികമായിട്ട് എന്ത് കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനുള്ള ജ്ഞാനമുള്ള അറിവുള്ള ഒരു വ്യക്തിയാണ് ഒരു ദൂതൻ എന്ന് പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ ജനങ്ങൾക്ക് നൽകുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്ന അല്ലെ പ്രയാസഘട്ടങ്ങളിൽ അവരുടെ കൂടെ ആയിരിക്കുന്ന ആ സ്വർഗത്തിലെ ദൂതന്മാർ വന്ന് നമ്മോട് പറഞ്ഞാലും അത് സ്വീകരിക്കരുതെന്ന് പറയുമ്പോൾ എത്രമാത്രം പ്രാധാന്യം, എത്രമാത്രം അല്ലെങ്കിൽ വിലയും എത്രമാത്രം നിശ്ചയവും ദൈവത്തിൻ്റെ വചനത്തിലുണ്ട് എന്ന് അവിടെ പൗലോസ് ഒന്നുകൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയ മക്കളെ, നാം ക്രിസ്തുവിൽ വേരൂന്നി വളരുക. അങ്ങനെ ക്രിസ്തുവിൽ വേരൂന്നി വളരുമ്പോൾ എന്താണ് കർത്താവ് യേശു ക്രിസ്തു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഫലം, അത് നമ്മളിൽ നിന്ന് ഉണ്ടാകുകയും പുറപ്പെടുകയും ആ ഫലം അനേകർക്ക് അത് പ്രയോജനവും സന്തോഷവും വളർച്ചയും പ്രത്യാശയും നൽകുന്നതായിട്ട് മാറുകയും ചെയ്യുമ്പോഴാണ് സുവിശേഷം വ്യാപിക്കുന്നതും ആ സുവിശേഷ വേലയിൽ നാമും അറിഞ്ഞും അറിയാതെയും നമ്മൾ ഉൾപ്പെട്ടു പോവുകയും നമ്മുടേതായ ജീവിതത്തിൽ നിന്നും പ്രവർത്തനങ്ങളിൽ സാക്ഷ്യങ്ങളിൽ നിന്നും അനേകർക്ക് കർത്താവിനെ മനസ്സിലാക്കുവാനും കർത്താവിൻ്റെ മക്കളെ തീരുവാനുള്ള പ്രചോദനം ലഭിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിക്കുവാനും അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനും കഴിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു പരിധിവരെ വിവാദപരമായ ഒരു പരാമർശം അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് അല്ലെങ്കിൽ അവിടെ കുരിശിൽ തറച്ചു എന്നവിടെ പറയുന്നുണ്ട്. അപ്പം എന്താണ് കുരിശിൽ തറച്ചത്? അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവ മക്കൾക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന് 2 ന്യായപ്രമാണങ്ങൾ കൊടുത്തിരുന്നു. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് 2 തരത്തിലുള്ള ഉപദേശങ്ങൾ, നിയമങ്ങൾ നൽകപ്പെട്ടിരുന്നു. ഒന്ന്, ദൈവത്താൽ നൽകപ്പെട്ട ദൈവം നേരിട്ട് നൽകിയ തൻ്റെ 10 കൽപ്പനകൾ എന്ന് പറയുന്ന വിശുദ്ധ കൽപ്പനകൾ, ദൈവത്തിൻ്റെ ന്യായപ്രമാണവും. ദൈവം മോശയോട് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ആവശ്യമായ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ അവർക്ക് നൽകുവാൻ തക്കവണ്ണം പറഞ്ഞു കൊടുക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് നൽകുവാൻ ആവശ്യപ്പെട്ടതായ മോശയുടെ നിയമങ്ങളും, അതിനെ മോശയുടെ ന്യായപ്രമാണങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഈ 2 തരത്തിലുള്ള നിയമങ്ങളാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് നൽകിയിട്ടുള്ളത്. ഇതിൽ മോശയോട് ദൈവം പറഞ്ഞ് ഇസ്രായേൽ മക്കൾക്ക് നൽകപ്പെട്ടു എന്ന് പറയുന്ന മോശയുടെ ന്യായപ്രമാണം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വിശുദ്ധ 10 കൽപ്പന അനുസരിച്ചുകൊണ്ട് വിശ്വാസത്തിലും ആത്മീയ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും ഇടപെടലുകളിലും കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ എങ്ങനെ ഒരു വ്യക്തി ജീവിക്കുകയും ചില നിയമങ്ങൾ അനുസരിക്കുകയും പാലിക്കുകയും ഒരു സമൂഹം എന്ന നിലയിൽ നിലനിൽക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം
എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു മുന്നറിവുണ്ടായിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെയുള്ള ഒരു പൊതുവായ ഉപദേശ സംഹിതയാണ് മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന് കൊടുത്തത്. അത് ഓരോ കാലഘട്ടങ്ങളിലും മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ചോ, സാമൂഹിക വ്യവസ്ഥിതി മാറുന്നതനുസരിച്ചോ, അവരുടെ ജീവിത പശ്ചാത്തലം മാറുന്നതനുസരിച്ചോ അതിന് മാറ്റങ്ങൾ ഉണ്ടാവാം, അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാം, പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാം. അത്തരത്തിലുള്ളൊരു ഒരു ഒരു പ്രകൃതിയാണ് അല്ലെങ്കിൽ ഒരു രീതിയാണ് ആ മോശ നൽകിയ ന്യായപ്രമാണത്തിനുള്ളത്. അതിനെ മോശയുടെ ന്യായപ്രമാണങ്ങളാണ് പറയുന്നത്. എന്നാൽ ദൈവം നൽകിയ ന്യായപ്രമാണം എന്ന് പറയുന്നത് തൻ്റെ വിശുദ്ധ 10 കൽപ്പനകളാണ്. ആ കൽപ്പനകൾക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് ഒരിക്കലും അഴിവോ മാറ്റമോ ഉണ്ടാകില്ല. അതിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു മാറ്റം ഉണ്ടാകില്ല. അത് ദൈവത്തിൻ്റെ തിരുവചനം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ദൈവം നൽകിയ തൻ്റെ 10 കൽപ്പന, തൻ്റെ വിരലാൽ എഴുതപ്പെട്ട 10 കൽപ്പന, അല്ലെങ്കിൽ താൻ അരുളി ചെയ്ത തൻ്റെ 10 കൽപ്പന എന്ന് പറയുന്നത് ഈ ലോകം നിലനിൽക്കുന്ന അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും അത് അങ്ങനെ തന്നെ നിലനിൽക്കും. കർത്താവ് യേശുക്രിസ്തു വന്ന് കർത്താവ് യേശുക്രിസ്തു നമ്മൾ ചേർന്ന് നമ്മളങ്ങനെ ആയിരിക്കുമ്പോൾ പിന്നെ അതിന് പ്രത്യേകമായ സ്ഥാനങ്ങൾ ഇല്ല. കാരണം നമ്മൾ ആ അനുഭവത്തിലാവുന്നു ജീവിക്കുന്നത്. അപ്പം അതാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത 10 കൽപ്പന എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും മോശ നൽകിയതായ ന്യായപ്രമാണം മാത്രമല്ല, യഹൂദ മത നേതാക്കന്മാർ ഇസ്രായേൽ ജനത്തിന് നൽകിയിട്ടുള്ള അനേക ഉപദേശങ്ങളും ചട്ടങ്ങളും മറ്റ് നിയമസംഹിതകളും ഉണ്ട്. അതൊക്കെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യന് അല്ലെങ്കിൽ അനുസരിക്കുവാനും അല്ലെങ്കിൽ അനുകരിക്കുവാനും അല്ലെങ്കിൽ ചെയ്യുവാനും കഴിയാത്ത തരത്തിലുള്ള ദുഃഖമായിട്ടുള്ള വളരെ കഠിനമായിട്ടുള്ള പലപ്പോഴും ചെയ്യുവാൻ കഴിയാത്തതായിട്ടുള്ള മനുഷ്യനെ പലപ്പോഴും പ്രയാസത്തിൽ ആക്കി നിർത്തുന്ന അവരുടെ വിശ്വാസങ്ങളെ വളരെ ശക്തമായിട്ട് പരീക്ഷിക്കുവാനാണ് എന്നുള്ള രൂപേണ നൽകിയിട്ടുള്ള പറഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള അനേക നിയമങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ നിയമങ്ങൾ പലപ്പോഴും ഈ യഹൂദ മത നേതാക്കന്മാർ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തിരുന്നപ്പോൾ പലർക്കും, പ്രത്യേകിച്ച് യഹൂദ മത അനുസാരികളും മറ്റുള്ളവരും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ അവിടെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ യഹൂദ മതവിശ്വാസികളും യഹൂദ മതപുരോഹിതന്മാരും അവർ അനുവർത്തിച്ചിരുന്നുവെന്ന് പറയുന്ന, അവർ പഠിപ്പിച്ചിരുന്നതായ, അവർ കൊണ്ടുവന്നതായ പല നിയമങ്ങളും മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിലേക്ക് കടന്നു വരുന്ന മറ്റുള്ളവരും അതുപോലെ യഹൂദ മതത്തിൽ ഉണ്ടായിരുന്നവർക്ക് പോലും കർത്താവ് യേശുക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാനും സ്നേഹിക്കുവാനും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന പല ആൾക്കാർക്കും അതിന് കഴിയാത്ത തരത്തിലുള്ളതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായ രീതികളും സമ്പ്രദായങ്ങളും അന്ന് യഹൂദ മത നിയമത്തിൽ നിലനിന്നിരുന്നു. അപ്പം ഇത് പലപ്പോഴും മനുഷ്യർക്ക് സ്വതന്ത്രമായിട്ട് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാനും പൂർണ്ണമായിട്ട് ഗ്രഹിക്കുവാനും കർത്താവിലേക്ക് കടന്നു വരാൻ കഴിയാത്തതായ മതിലുകൾ ഉണ്ടാക്കിയിരുന്നു, അതിർവരമ്പുകൾ ഉണ്ടാക്കിയിരുന്നു. അപ്പം ഈ അതിർവരമ്പുകൾ പലപ്പോഴും യഹൂദ മത അനുസാരികളെയും മറ്റുള്ളവരും തമ്മിൽ വേർതിരിച്ചിരുന്നു. അതുപോലെ പലപ്പോഴും ദൈവത്തിൻ്റെ വചനം ശരിയായ അർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ദൂതിന് അനുസരിച്ച് മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യവും മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുമ്പോൾ ഇവിടെ ശബദിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ മറ്റ് പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനഃപ്പാഠവാക്യത്തിൽ വായിച്ചു. നമ്മൾ ഭക്ഷണങ്ങളെ സംബന്ധിച്ച്, പാനീയങ്ങളെ സംബന്ധിച്ച്, അമാവാസ്യയെ സംബന്ധിച്ച്, ശബദിനെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവിടെ പറയുന്ന ഈ ശബദ് എന്ന് പറയുന്ന കാര്യങ്ങൾ, ഇതുകൊണ്ട് പലപ്പോഴും കുറേ ആൾക്കാർ വിശ്വസിക്കുന്നത് ഈ ശബദ് എന്ന് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ 10 കൽപ്പന എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടെ പിന്നെ അതിന് പ്രാധാന്യമില്ല, അത് മാറിപ്പോയി എന്ന് പഠിപ്പിക്കുകയും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരിക്കലും ദൈവം നൽകിയ തൻ്റെ കൽപ്പന, തൻ്റെ നിയമങ്ങൾ ദൈവം തന്നെ ഒരിക്കലും മാറ്റുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ കർത്താവ് യേശുക്രിസ്തു തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രവാചകന്മാരെയോ അല്ലെങ്കിൽ നിയമങ്ങളെയോ മാറ്റുവാൻ വന്നതല്ല, അത് നിവർത്തിപ്പാൻ അത്രേ എന്ന് കർത്താവ് തന്നെ നേരിട്ട് സംസാരിക്കുമ്പോൾ ആ കർത്താവിൻ്റെ മരണത്തോടെ ഇത് മാറിപ്പോയി എന്ന് പറയുമ്പോൾ അതിൽ എത്രമാത്രം ശരിയുണ്ട് എന്ന് നമുക്ക് ഒരു സാധാരണ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു തന്നെ പറയുന്നു, ഞാൻ നിയമങ്ങളെയോ കൽപ്പനകളോ പ്രവാചകന്മാരെയോ മാറ്റുവാൻ വന്നതല്ല, അത് നിവർത്തിപ്പാൻ അത്രേ വന്നത്. അപ്പോൾ ആ കർത്താവ് യേശുക്രിസ്തു നിവർത്തിച്ചു എന്ന് പറയുമ്പോൾ
ആ തൻ്റെ രക്ഷാദൗത്യം താൻ നിവർത്തിച്ചു എന്ന് ആണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇത് പൂർണ്ണമായിട്ടും കർത്താവ് യേശു ക്രൂശ് മരണത്തോടെ മാറ്റി, അല്ലെങ്കിൽ അത് നീങ്ങിപ്പോയി. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ കൽപ്പനയും അതുപോലെ വിശുദ്ധ ശബദം അത് ഒരിക്കലും നീങ്ങിപ്പോയി എന്ന് അല്ലെങ്കിൽ മാറിപ്പോയി എന്ന് ഒരു ഉപദേശവും നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയില്ല, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തിരുവചനത്തെ പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മനുഷ്യൻ സ്വന്തം ബുദ്ധിക്കും ആലോചിക്കും അനുസരിച്ച് വ്യാഖ്യാനിക്കുമ്പോഴാണ് അത് ദുരുപദേശമായിട്ട് മാറുന്നത്, വ്യാജ ഉപദേശമായിട്ട് മാറുന്നത്. അങ്ങനെയാണ് അത്തരത്തിലുള്ള വ്യാജ ഉപദേശങ്ങളുടെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള വേർതിരിവ് ദൈവജനത്തിന്, അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും അനുസരിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യർ തമ്മിലും, അതുപോലെ ഈ മതനിയമങ്ങളും ഈ മതനിയമങ്ങൾ ഉണ്ടാക്കുന്ന മതപുരോഹിതന്മാരുടേതായ അല്ലെങ്കിൽ മത നേതൃത്വത്തിൻ്റെതായ പഠിപ്പിക്കൽ ഉപദേശങ്ങളും തമ്മിലൊരു വേർതിരിവ് അവിടെ അല്ലെങ്കിൽ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ പരിച്ഛേദനയെക്കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ ചട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, സ്നാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, മാനസാന്തരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇവിടെ ഇതൊക്കെ പല കാര്യങ്ങൾ, ഇപ്പം നമുക്കൊരു ഉദാഹരണം എടുക്കാം. യാഗങ്ങൾ തന്നെയല്ലേ, സമാഗമന കൂടാര ആരാധന ദൈവം തൻ്റെ മക്കൾക്ക് നൽകിയപ്പോൾ അതിനോടനുബന്ധിച്ച് പലതരത്തിലുള്ള യാഗങ്ങൾ അവിടെ നൽകിയിരുന്നു. യാഗാദി കർമ്മങ്ങൾ അവിടെ കൊടുത്തിരുന്നു. ഈ യാഗങ്ങളൊക്കെ നമുക്കറിയാം എന്തിനു വേണ്ടിയാണ് നൽകപ്പെട്ടത്, എന്തിനാണ് യാഗം നൽകിയത്, അതുകൊണ്ട് ദൈവം എന്താണ് അവരെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ക്രൂശ് മരണത്തിൻ്റെ ഒരു നിഴലായിട്ട് ദൈവം നൽകിയിരുന്നു. കാരണം ദൈവജനം പല കാര്യങ്ങളും, പ്രത്യേകിച്ച് രക്ഷാപദ്ധതിയെ സംബന്ധിച്ചും രക്ഷാപദ്ധതിയുടേതായ വിശദാംശങ്ങളെ സംബന്ധിച്ചും കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്ഥാനത്തെ സംബന്ധിച്ചും അതെങ്ങനെ കർത്താവ് യേശു ക്രിസ്തു പൂർത്തീകരിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചുമൊക്കെ ഒരു ഒരു അറിവ് ജനത്തിന് നൽകുവാനും അവരെ അങ്ങനെ ഉപദേശിക്കുവാനാണ് ഈ യാഗങ്ങളൊക്കെ നൽകപ്പെട്ടതെന്ന് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ യാഗത്തിന്റെ ഒരു നിഴലായിരുന്നു. അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ, പരിച്ഛേദന നമ്മൾ പറയുമ്പോൾ വാസം പറഞ്ഞാൽ യഹൂദന്മാർക്ക് പരിച്ഛേദന നൽകിയിരുന്നു. എന്നാൽ ആ പരിച്ഛേദന എന്ന് പറയുന്നത് കൃപയുടെ കാലത്തേക്ക് വരുമ്പോൾ അവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് ആ പരിച്ഛേദന പറയുന്നത് ഹൃദയത്തിന്റെ പരിച്ഛേദനയെ കുറിച്ചാണ് പറയുന്നത്. അത് ശാരീരികമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന പരിച്ഛേദനയല്ല. കാരണം അങ്ങനെ ഒരു അടയാളം കൊണ്ട് മാത്രം ഒരു വ്യക്തി അല്ലെങ്കിൽ കർത്താവിന്റെ അല്ലെ കർത്താവിലേക്ക് വരുവാനോ അല്ലെ കർത്താവിനെ സ്വീകരിക്കുവാനോ ആ വിശ്വാസത്തിലായി തീരുവാനോ ഇടയായി തീർന്നില്ല. അങ്ങനെ ബാഹ്യമായിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. അതൊരു അടയാളമായിട്ട് നിൽക്കുക മാത്രമല്ല, മനസ്സിൽ അല്ലെ ഹൃദയത്തിൽ എത്ര മാറ്റം ഉണ്ടാകുന്നു, എത്ര മാറ്റം ഉണ്ടാകുന്നു, എത്ര മാനസാന്തരം ഉണ്ടാകുന്നു, എത്ര ഒരു പുതിയ തീരുമാനത്തിലേക്ക് നമ്മൾ കടന്നു നമുക്ക് കഴിയുന്നു. അപ്പൊ അത്തരത്തിലേക്ക് നമ്മളെ നയിക്കുക അല്ലെ നമ്മളെ വളർത്തുക എന്നതാണ് ഈ കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പരിച്ഛേദന എന്ന് നമ്മൾ പറയുന്ന കാര്യമില്ല, യഹൂദന്മാരുടെ ഇടയിൽ നിന്ന പരിച്ഛേദന അല്ല പൗലോസ് പറയുന്നത്, ഹൃദയത്തിന്റെ പരിച്ഛേദനയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതാണ് കർത്താവ് അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന പരിച്ഛേദന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ വസ്ത്രങ്ങളെ അല്ലെങ്കിൽ ഹൃദയങ്ങളെ തന്നെ കീറി ദൈവത്തിലേക്ക് കടന്നു വരുമെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ബാഹ്യമായ ഒരു കാര്യങ്ങളും അല്ല, ആന്തരികമായിട്ട് നമ്മളിൽ അത്രമാത്രം മാറ്റം ഉണ്ടാകുന്നു, സമർപ്പണം ഉണ്ടാകുന്നു, അത്ര നാം നമ്മളെ തന്നെ വിനയപ്പെടുന്നു, നമ്മളെത്ര താഴ്ത്തും, നമ്മളെത്ര ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നത് മനസ്സിൽ സംഭവിക്കേണ്ട, ഹൃദയത്തിൽ സംഭവിക്കേണ്ടതായ കാര്യമാണെന്ന് പറയുന്നത്. അപ്പം അതുപോലെ ഈ സ്നാനം എന്ന് പറയുന്നത് സ്നാനം നമ്മൾ ബാഹ്യമായിട്ട് ചെയ്യുന്നൊരു പ്രവൃത്തി അല്ലെങ്കിൽ അങ്ങനത്തെ ശുശ്രൂഷ മാത്രമല്ല, ആ സ്നാനത്തിലേക്ക് നമ്മളെ നയിക്കുന്ന എന്താണ്, ആ സ്നാനത്തിലൂടെ നമുക്കുണ്ടാകുന്ന മാറ്റം എന്താണ്, ആ സ്നാനം ഒരു വ്യക്തി എങ്ങനെ മറ്റൊരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുത്തുന്നു, എങ്ങനെ ആ സ്നാനത്തിലൂടെ ഒരു പുതിയ വ്യക്തി ജനിക്കുന്നു, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കിതൊക്കെ ചെയ്യാം അല്ലേ. ഈ പറയുന്ന മാനസാന്തരത്തെക്കുറിച്ച് പറയാം, സ്നാനത്തെക്കുറിച്ച് പറയാം, പരിച്ഛേദനയെക്കുറിച്ച് പറയാം, അങ്ങനെ വീണ്ടും ജനനത്തെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. പക്ഷേ ഇത് യഥാർത്ഥമായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു അനുഭവത്തിലുള്ള വ്യക്തി കടന്നു വരുന്നുണ്ടോ, ആ ഒരു അനുഭവത്തിലേക്ക് ആ വ്യക്തി തന്നെ വിധേയപ്പെടുത്തുന്നുണ്ടോ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു കുരിശിൽ തറച്ചത് ഇത്തരത്തിലുള്ള മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള മാനുഷിക ഉപദേശങ്ങളെയും നിയമങ്ങളെയും അതുപോലെ യഹൂദ മതനേതാക്കന്മാര് സൃഷ്ടിച്ചു വെച്ചിരുന്നതായ മനുഷ്യനെ കർത്താവിലേക്ക് അടുത്തു വരുവാനുള്ള വിലങ്ങടികളായിട്ട് അല്ലെങ്കിൽ അതിർവരമ്പുകളാക്കി നിർത്തിയിരുന്ന സകല കാര്യങ്ങളെയും കർത്താവ് ക്രൂശിൽ തറച്ചിട്ട് ആ ക്രൂശിലെ യാഗത്താൽ കർത്താവ് യേശു ക്രിസ്തു സകലർക്കും രക്ഷയുടെ ഒരു വാതിൽ തുറന്നു കൊടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു മരിക്കുന്ന സമയത്ത് യെരുശലേം ദേവാലയത്തിന്റെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി ചിന്തിപ്പോയി എന്ന് പറയാൻ കാരണം ആ രക്ഷയുടേതായ ഒരു കവാടം, രക്ഷയുടേതായ ഒരു വാതിൽ അവിടെ സകലർക്കുമായിട്ട് തുറക്കപ്പെട്ടു. സകല അതിർവരമ്പുകളെയും അല്ലെങ്കിൽ മാറ്റിക്കളഞ്ഞുകൊണ്ട്, സകല മറ്റ് ആചാരങ്ങളെയും മാറ്റിക്കൊണ്ട്, സകല മറ്റ് ഉപദേശങ്ങളെയും മാറ്റിക്കൊണ്ട് കർത്താവ് യേശു ക്രിസ്തു തൻ്റെ കാൽവരി യാഗത്തിൽ
രക്ഷ സകലർക്കുമായിട്ട് തുറന്നു കൊടുത്തു. ആ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഏവർക്കും ആ രക്ഷയിലേക്ക് കടന്നു വന്ന് കർത്താവിലൂടെ രക്ഷ പ്രാപിക്കാമെന്നൊരു വലിയ ദൂതാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ക്രൂശിൽ തറച്ച് കളഞ്ഞത് ദൈവത്തിന് നിയമങ്ങളല്ല, മറിച്ച് മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നതെന്ന് വിലങ്ങുതടിയായിട്ട് മതനേതാക്കന്മാർ സൃഷ്ടിച്ചിരുന്ന അല്ലെങ്കിൽ അവരാൽ അല്ലെങ്കിൽ നൽകപ്പെട്ട അത്തരത്തിലുള്ള നിയമങ്ങളെയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള നടിച്ചുവരുകളെയാണ് കർത്താവ് യേശു ക്രിസ്തു ഇടിച്ചു കളഞ്ഞിട്ട് സകല മനുഷ്യർക്കും കർത്താവിലേക്ക് സ്വതന്ത്രമായി കടന്നു വരാനുള്ള വഴി തുറന്നു കൊടുത്തത് എന്ന് നമ്മളുടെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ നിഴലിനെ കുറിച്ചും അതിൻ്റെ സത്യത്തെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കുമ്പോൾ പലപ്പോഴും നാം തിരുവചനം പഠിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ച് കൊലോസ്യ ലേഖനം അടിസ്ഥാനപ്പെടുത്തി നമ്മൾ വായിക്കുമ്പോൾ പഴയ നിയമങ്ങളിലെ പല വാക്യങ്ങളും അതിനോട് നമുക്ക് ചേർത്ത് വെച്ച് മനസ്സിലാക്കാനും പഠിക്കുവാനും കഴിയുകയും ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. ഇവിടെ പറയുന്നത് അംഗങ്ങൾ പിന്തുടരേണ്ട ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും യഹൂദ മതനേതാക്കന്മാർ വിശ്വാസികളിൽ അടിച്ചേൽപ്പിച്ചിരുന്നു. അത് മാത്രമല്ല, ഈ യഹൂദ മത നേതൃത്വം അനേക തരത്തിലുള്ള മറ്റ് കാര്യങ്ങളെ ജനങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും പലപ്പോഴും മനുഷ്യർക്ക് ചെയ്യുവാൻ കഴിയാത്ത അല്ലെങ്കിൽ മനുഷ്യന് പ്രയാസം സൃഷ്ടിക്കുന്ന, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ രീതികൾ, സമ്പ്രദായങ്ങൾ യഹൂദ മത നേതൃത്വം ജനങ്ങളോട് ചെയ്യുവാൻ ആവശ്യപ്പെട്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇവിടെ പലപ്പോഴും ഈ മത നേതൃത്വങ്ങൾ മുൻപ് പറഞ്ഞു കൊടുത്തിരുന്ന, പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പൗലോസ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തൻ്റെ ഉപദേശം നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പറയുമ്പോൾ ഒന്ന് പരിശീലനയുടെ കാര്യം പറയുന്നുണ്ട്, രണ്ട് ആഹാരത്തെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും പാനീയത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഇത് വഴിപാടുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ വഴിപാടുകൾ, യാഗങ്ങൾ അർപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പ്രത്യേകിച്ച് അവിടെ പൗലോസ് പറയുന്നത്. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒന്ന് ഹോശേയ പ്രവചനം 2:11 പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഞാൻ അവളുടെ സകല സന്തോഷവും ഉത്സവങ്ങളും അമാവാസികളും ശബതുകളും അവളുടെ എല്ലാ വിശേഷ ദിവസങ്ങളും ഇല്ലാതാക്കും എന്നവിടെ പറയും. ഇത് ഒരു ശിക്ഷയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ശിക്ഷ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറയുമ്പോൾ അവിടെ സകല കാര്യങ്ങളും ഞാൻ ഇല്ലാതാക്കും എന്ന് പറയുമ്പോൾ അതൊരു ശിക്ഷയുടെ ഭാഗമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം, അപ്പോൾ ഒരു ബാങ്ക് ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ലോൺ എടുത്ത് അത് അടയ്ക്കാതെ വന്ന് അവസാനം അവരുടെ ഉള്ള കാര്യങ്ങൾ കണ്ടുകെട്ടുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരുമ്പോൾ അവർക്ക് എന്തൊക്കെ ഉണ്ട് അത് മുഴുവനും കണ്ടുകെട്ടുക എന്നത് ബാങ്കിൻ്റെ ജപ്തിയുടെ നിയമത്തിൻ്റെ ഭാഗമാണ്. അപ്പം അതിലൊന്നും മാറ്റി വയ്ക്കുവാനോ അല്ലെങ്കിൽ ഒന്നും തിരിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ ഒന്നും അവിടെ അവശേഷിപ്പിക്കാനോ കഴിയില്ല. അപ്പം അതൊരു നിയമത്തിൻ്റെ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു ശിക്ഷയുടെ ഭാഗമായിട്ട് അവളുടെ സകല കാര്യങ്ങളും ഞാൻ ഇല്ലാതാക്കുമെന്ന് പറയുമ്പോൾ പറയുന്ന കാര്യങ്ങൾ അതിനെ ഒരു സാധാരണ അർത്ഥത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒന്നല്ല. അത് മാത്രമല്ല, നമ്മൾ ലേവ്യ പുസ്തകം അതിൻ്റെ 23-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം എടുത്തു പറയുന്നത്, ആ മാസം 9-ാം തീയതി വൈകുന്നേരം മുതൽ പിറ്റേന്നാൾ വൈകുന്നേരം നിങ്ങൾ ശബത് ആചരിക്കണം. ഈ ശബതിനെ കുറിച്ച് പറയുന്നത് മറ്റ് ശബതുകളെ കുറിച്ചാണ്. ശബത് എന്ന് പറയുമ്പം അനേക ശബതുകളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് പഴയ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ 7-ാം മാസം 1-ാം തീയതി എന്നവിടെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ 7-ാം മാസം 1-ാം തീയതി എന്ന് പറയുന്നത് ഒരു ശബദമായിട്ട് അവിടെ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുന്നത്, ദൈവം നൽകിയിട്ടുള്ള ദൈവത്തിൻ്റെ വിശുദ്ധ ശബദം എന്ന് പറയുന്നത് 7-ാം ദിന ശബദിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള 7-ാം മാസം 1-ാം തീയതി എന്ന് പറയുന്നതും അതുപോലെ ആ മാസം 9-ാം തീയതി വൈകുന്നേരം മുതൽ പറയുന്ന കാര്യങ്ങളൊന്നും ദൈവത്തിൻ്റെ വിശുദ്ധ ശബദിനെ സംബന്ധിച്ചല്ല പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്യങ്ങൾ നാം വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടതുകൊണ്ട് ഇതൊക്കെ ശബദാണ്, ഈ ശബദ് മാറിപ്പോയി അല്ലെങ്കിൽ ഈ ശബദ് കർത്താവ് യേശു ക്രിസ്തു നീക്കിക്കളഞ്ഞു എന്ന് പറയുന്നത് ഒരു അർത്ഥമില്ലാത്ത അല്ലെങ്കിൽ യാതൊരു സാങ്കത്യമില്ലാത്ത ഒരു കാര്യമാണ്. കാരണം അതെന്താണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് നാം
ഒരു യഥാർത്ഥ സത്യത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ വ്യാജമാക്കുവാൻ ഈ വാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നാം സത്യത്തെ മറച്ചു പിടിച്ചിട്ട് മറച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് നമ്മൾ വ്യാജമായ കാര്യം നമ്മൾ അതിന് മുകളിൽ വെച്ചിട്ട് സംസാരിക്കുന്ന ഒരു രീതിയാണ്. അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കുന്ന നിഴൽ എന്താണ്, യഥാർത്ഥ അല്ലെങ്കിൽ പൊരുൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അത് വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഉപദേശമുണ്ട്. എന്തൊക്കെയാണ് നിഴല്, എന്തൊക്കെയാണ് പൊരുള് എന്ന്. അപ്പം ദൈവത്താൽ നൽകപ്പെട്ട തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് പാലിക്കേണ്ടതായി അനുസരിക്കേണ്ടത് ഒരു കാര്യങ്ങളും അത് നിഴലല്ല, അത് പൊരുൾ തന്നെയാണ്. എന്നാൽ അതിനോടനുബന്ധിച്ച് ദൈവം മോശ മുഖാന്തരം നൽകപ്പെട്ടതോ അല്ലെങ്കിൽ മത നേതാക്കന്മാർ അവരുടെ ഉപദേശം അനുസരിച്ച് നൽകപ്പെട്ടതായ കാര്യങ്ങളൊക്കെ പലതും നിഴലായിരുന്നു, അല്ലെങ്കിൽ അത് കുറച്ച് കാലത്തേക്ക് മാത്രമുള്ളതായിരുന്നു, അത് സ്ഥിരമല്ലായിരുന്നു, അത് പലപ്പോഴും ഓരോ സമയത്തിനനുസരിച്ച് അല്ലെങ്കിൽ കാലങ്ങൾക്കനുസരിച്ച് കൊടുത്തിരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും, അത്തരം കാര്യങ്ങൾ മാറണം. കാരണം മനുഷ്യന്റെ വളർച്ചയ്ക്കും ചിന്താഗതിക്കും അല്ലെങ്കിൽ ചുറ്റുപാടുകൾക്കും അനുസരിച്ച് അത് മാറേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ മാറണം എന്നത് സത്യമായ ഒരു കാര്യമാണ്. അതിന്റെ അർത്ഥം ദൈവം നൽകിയിട്ടുള്ള തന്റെ വിശുദ്ധ ശബ്ദം അതുപോലെ തന്നെ 10 കൽപ്പനകളും അതിന് നീക്കം വന്നു അല്ലെങ്കിൽ അത് മാറിപ്പോയി എന്നതല്ല. അത് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിന് സംസാരിക്കുമ്പോൾ, ആ വചനത്തിനെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ നാം പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ, ചിന്തിക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന നിഴലായ കാര്യങ്ങൾ എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ യാഗത്തിന് അല്ലെങ്കിൽ ജനത്തിന് മുമ്പ് നൽകപ്പെട്ടുന്നതായ യാഗങ്ങളോ അതിനോട് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയും മനുഷ്യനെ തീർച്ചയായിട്ടും ഈ കർത്താവ് യേശു ക്രിസ്തുവിന്റെ യാഗത്തിലേക്ക് കൊണ്ടുവരുവാനും പഠിപ്പിക്കുവാനും അത് അവർക്ക് മനസ്സിലാക്കാനുള്ള ചില വഴികൾ ദൈവം നൽകപ്പെട്ടിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ യാഗത്തോടുകൂടി അതൊക്കെയും അവസാനിച്ചതിന്റെ ആവശ്യമില്ല. ഈ എല്ലാ യാഗങ്ങളും പ്രതികരിച്ചിരുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനെയാണ്, എല്ലാ യാഗമൃഗങ്ങളും പ്രതികരിച്ചത് കർത്താവ് യേശു ക്രിസ്തുവിനെയാണ്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ഒരിക്കലായിട്ട് ആ യാഗമായി തീർന്നതിനാൽ അതിനുശേഷം ഒരു യാഗവും ശേഷിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു യാഗത്തിന്റെ ആവശ്യമില്ല എന്ന് വചനം നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു സത്യമായ കാര്യമാണ്, ഒരു തിരുവചന സത്യമാണ്. ഒരു തിരുവചന അല്ലെങ്കിൽ പ്രവചനത്തിന്റെ ഒരു നിറവേറ്റലാണ് അത് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മളതിനെ ആ അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നിഴലെന്ത് അല്ലെങ്കിൽ പൊരുളെന്ത് എന്ന് തിരുവചനത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന അനേക അവസരങ്ങൾ നമുക്കുണ്ട്. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നാം പൊരുളായ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്താൽ നൽകപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവം നമുക്ക് ജീവിതത്തിൽ നമുക്ക് വേണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ദൈവത്തിന്റെ മക്കളായി ക്രിസ്തുവിൽ പേരിന്ന് വളരുവാൻ നമുക്കത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് ആവശ്യമാണ്, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് പലപ്പോഴും നാം എന്ത് ചെയ്യുക, മനുഷ്യന്റെ ഉപദേശങ്ങൾക്കും മനുഷ്യൻ്റെ നിയമങ്ങൾക്കും മനുഷ്യൻ്റെതായ കൽപ്പനകളെ നാം അനുസരിക്കുന്നവരെയായിട്ട് നാം കർത്താവ് യേശു ക്രിസ്തുവിനെ അനുസരിക്കുകയും വിശ്വസിക്കുകയും ദൈവത്തിൽ നിന്ന് വചനങ്ങൾ സ്വീകരിക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിത്തരുന്ന അല്ലെങ്കിൽ ഉപദേശത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുവാനുള്ള ആത്മീയ ദർശനം അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള വളർച്ച നമുക്ക് പ്രാപിക്കാൻ കഴിയണം എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും മാനുഷിക കൽപ്പനകൾ പലപ്പോഴും മനുഷ്യ ജീവിതത്തിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുവാനും കൂടുതൽ നിയന്ത്രണം ഉണ്ടാക്കാനും കഴിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും മനുഷ്യ കൽപ്പനകൾ നമ്മൾ ആചരിക്കുന്നുണ്ട്, അനുസരിക്കുന്നുണ്ട്, നമ്മുടെ ഹൃദയം കർത്താവിൽ നിന്ന് അകന്നിരിക്കുന്നു എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം മത്തായി സുവിശേഷം 27:51 പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ നമുക്ക് വേണ്ടി ഒരു അനുഗ്രഹത്തിന്റെ അല്ലെങ്കിൽ രക്ഷയുടെ വാതിൽ തുറക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ, മറ്റുപദേശപരമായിട്ടുള്ള കാര്യങ്ങൾ, മാനുഷികമായിട്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ നിബന്ധനകൾ, ഇതൊക്കെ പലപ്പോഴും ആത്മീയ ജീവിതത്തിനും സഭയുടേതായ സുഗമമായ ആത്മീയ പ്രവർത്തനങ്ങളും വളർച്ചയ്ക്കും തടസ്സമുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നാം ഒരിക്കലും അത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യം ഇല്ല. കാരണം ഇവിടെ തന്നെ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പങ്കിനെ മനുഷ്യർ കൈയടക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും സഭകളുടേതായ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നാം അതിന് അനുവദിക്കാതെ, അതിനെ നാം അനുസരിക്കാതെ എന്താണ് കർത്താവ് യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞിട്ടുള്ളത്, എന്താണ് തിരുവചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്, അത്തരം കാര്യങ്ങൾ നാം മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ച് നമുക്കത് ആ ദൂത് അല്ലെങ്കിൽ നമുക്കുള്ള ആ അറിയിപ്പ് നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു, നമ്മളതിനെ എങ്ങനെ വിശ്വസിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും മാനുഷ്യകൽപ്പനകളെക്കാളുപരി ദൈവം നൽകിയിട്ടുള്ള കൽപ്പനകൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുകയും മാനിക്കുകയും
കർത്താവിനെ സ്വീകരിച്ച് അവൻ വേരൂന്നി വളരുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിൻ്റെ മക്കളായിട്ട് ദൈവം നമുക്ക് ഒരുക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് ജീവിക്കാൻ കഴിയും. എന്നാൽ നാം പലപ്പോഴും അതിന് പ്രാധാന്യം കൊടുക്കാതെ നാം മനുഷ്യനെ കാണുകയും മനുഷ്യൻ്റെ പ്രവൃത്തികളും മനുഷ്യൻ്റെ സംസാരങ്ങളും മനുഷ്യൻ്റെതായ തീരുമാനങ്ങളും നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അല്ലെ മനുഷ്യൻ്റെ സ്ഥാനത്തിനോ മാനത്തിനോ അവരുടേതായ അല്ലെങ്കിൽ അവർ യോഗ്യതയ്ക്കോ ഒക്കെ ഒത്തവണ്ണം നാം മനുഷ്യനെ കാണുകയും ആ മറ്റുള്ളവരെ നാം പരിഗണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾക്കും ദൈവത്തിൻ്റെ ദൈവിക ഉപദേശങ്ങൾക്കും നാം പ്രാധാന്യം കൊടുക്കാതിരുന്നാൽ നാം മനുഷ്യകൽപ്പനകളെ അനുസരിക്കുന്നവരായിട്ട് മാറും എന്നോട് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ ഈ മോശയുടെ ചട്ടങ്ങൾ, മോശയുടെ ഉപദേശങ്ങളിലേക്കാൾ കൂടുതലായിട്ട് മാനുഷ്യമായിട്ടുള്ള അനേക കാര്യങ്ങൾ എന്നോട് കൂട്ടിച്ചേർത്തിരുന്നു എന്നവിടെ പറയുന്നുണ്ട്. അപ്പം അതനുസരിച്ച് ഒത്തിരി ഭാരങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന് സഹിക്കാൻ അല്ലെങ്കിൽ മനുഷ്യന് വഹിക്കാൻ കഴിയാത്ത ഭാരങ്ങൾ, അതുപോലെ ഒത്തിരി അങ്ങനെയുള്ള വലിയ കരമേറിയ ചുമടുകൾ എന്നവിടെ ദൈവത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മനുഷ്യന്റെ മേൽ വെച്ചു കൊടുക്കുന്ന അവസ്ഥ അന്നത്തെ ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ വചനത്തിൽ നിന്നും മനുഷ്യനെ മാറ്റിക്കൊണ്ട് ശാസ്ത്രിമാരും പരീശന്മാരും യഹൂദ മത നേതാക്കന്മാരും മറ്റ് സഭകളിലെ പോലും സഭ നേതൃത്വങ്ങൾ പറയുന്നതായ അവരുടേതായ തീരുമാനങ്ങൾ, അവരുടേതായ അല്ലെങ്കിൽ നിയമങ്ങൾ, അവരുണ്ടാക്കുന്നതായ നിയമങ്ങളൊക്കെ മനുഷ്യരിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സഭയിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ വചനത്തിൽ നിന്നും മനുഷ്യരെ അകറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യകൽപ്പനകളെ അനുസരിക്കുവാൻ മനുഷ്യൻ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം, ഒരു പ്രവണത ഇന്ന് അനേക സഭകളിലും ഇന്നും നിലനിൽക്കുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ബോധവാന്മാരായിരിക്കണം, തിരിച്ചറിവുള്ളവരായിരിക്കണം. അത്തരം സാഹചര്യങ്ങൾ നമ്മളെ തന്നെ നമ്മൾ സ്വതന്ത്രരാക്കുന്നവരും നാം ദൈവത്തിന്റെ വചനം അനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ ആലോചന പ്രകാരം കർത്താവിൽ വേരൂന്നി വളരുവാനുള്ള ആത്മീയ കൃപ, ആത്മീയമായിട്ട് ദർശനം പ്രാപിക്കുന്നവരായി തീരുവാൻ നമുക്ക് കഴിയണം എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, തിരുവെഴുത്തുകളുടെ സത്യം എന്ന് പറയുന്നത് ഉത്ഭവിക്കുന്ന ഏക ഉറവ ക്രിസ്തു തന്നെയാണ്. അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ വചനത്തെ അറിയുവാനും അതിൽ വളരുവാനും നമുക്ക് കഴിയില്ല. അപ്പം അതുകൊണ്ട് ഈ തിരുവെഴുത്തുകളുടെ സത്യം എന്ന് പറയുന്നത് അത് അതിൻ്റെ ഉറവിടം അതിൻ്റെ ഉറവ എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതും വിശ്വസിക്കേണ്ടതും പിന്തുടരുന്നതും വളരേണ്ടതും ക്രിസ്തുവിൽ തന്നെയാണ്. മനുഷ്യൻ നിർമ്മിക്കുന്ന, മനുഷ്യനുണ്ടാക്കുന്ന, മനുഷ്യൻ നിർദ്ദേശിക്കുന്ന കൽപ്പനകളെയും നിയമങ്ങളെയും ആചാരങ്ങളെയും അല്ല. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് അത്തരം കാര്യങ്ങൾ ദൈവത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ നാം വചനത്തിന് പ്രാധാന്യം കൊടുക്കുക, കർത്താവിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുക, കർത്താവിനെ സ്വീകരിക്കുക, കർത്താവിൽ നാം വേരൂന്നി വളരുക. അവിടെയാണ് നമ്മൾ ക്രിസ്തുവിൽ പൂർണ്ണരാകുന്നു എന്നുള്ള തലക്കെട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ക്രിസ്തുവിൽ പൂർണ്ണരായി വളരുവാൻ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിൻ്റെ വചനം വളരെ ശ്രദ്ധയോടെ അവധാനതയോടെ പഠിച്ച് അതിലെ ഓരോ വാക്യങ്ങളും ഓരോ വചനങ്ങളും മനസ്സിലാക്കി അതിലെ ദൂതുകൾ നമ്മൾ ഗ്രഹിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് ആ ആലോചന പ്രകാരം നമുക്ക് ലഭിക്കുന്ന വചനങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആത്മാവിൽ വളർന്ന് കർത്താവിൽ നമുക്ക് നിലനിൽപ്പാൻ, അങ്ങനെ ക്രിസ്തുവിൽ പൂർണ്ണരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പാഠം ഞാനിവിടെ ഉപസംഹരിക്കുന്നു. എല്ലാ പ്രീതി മക്കൾക്കും എൻ്റെ ഏറ്റവും ഹൃദയംഗമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. തുടർന്നും ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ, നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, എന്നുള്ള ദൈവമേ, അടിയങ്ങൾ കർത്താവ് ഇന്ന് ചിന്തിച്ച വചനം പോലെ അടിയങ്ങൾക്ക് എങ്ങനെ ക്രിസ്തുവിൽ പൂർണ്ണരായി തീരുവാൻ കഴിയും, അതിനടിയങ്ങൾ എന്ത് ചെയ്യണം, എന്ത് അടിയങ്ങൾ ഉപേക്ഷിക്കണം, എന്ത് അടിയങ്ങൾ സ്വീകരിക്കണം, എന്ത് മാറ്റം അടിയങ്ങളിൽ ഉണ്ടാവണം, എങ്ങനെ തിരുവചനം പഠിക്കണം, അതിന് അടിയങ്ങളെ സഹായിക്കുന്നത് ആരാകുന്നു എന്നൊക്കെ അടിയങ്ങൾ ചിന്തിച്ചു. ഇത് അടിയങ്ങൾ മനസ്സിലാക്കി മനുഷ്യൻ്റെതായ ഉപദേശങ്ങളും മാനുഷിക കൽപ്പനകളും അടിയങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നൽകപ്പെട്ട ദൈവത്തിൻ്റെ വചനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ അടിയങ്ങൾ പഠിച്ച് കർത്താവിൽ അടിയങ്ങൾ വേരൂന്നി വളർന്ന് പൂർണ്ണരാകുവാൻ കർത്താവ് അടിയങ്ങളെ സഹായിക്കണം. അങ്ങനെ ക്രിസ്തുവിൽ അല്ലെങ്കിൽ പൂർണ്ണത പ്രാപിപ്പാൻ അടിയങ്ങൾ അവിടുന്ന് ഒരുക്കണം. ഈ വചനം പഠിക്കുന്ന എല്ലാ മക്കളെയും, പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന, വചനത്തെ കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഹൃദയങ്ങളൊക്കെ അവിടെ തുറക്കണം. അവിടുത്തെ ആത്മാവിൽ അടിയങ്ങൾ എല്ലാവരും ബലപ്പെടുത്തണം. എല്ലാം അവിടുത്തെ കരങ്ങൾ താഴ്ത്തി ഫലമേൽപ്പിക്കുന്നു. മാനവത്തെ കർത്താവ് തെറ്റക്കണം. എല്ലാ അടിയങ്ങൾക്ക് ആജീവനം തന്ന ഈശ്വരൻ നാം ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കണം. നല്ല ദൈവമേ, ആമേൻ. എല്ലാ പ്രീതിമക്കൾക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നവരെയും ദൈവത്തിൻ്റെ വിശാലമായ ചെറുവൻ മറവിൽ നമ്മളെ അവൻ കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.